ഹോട്ടലിൽ അക്രമം നടത്തിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാക്കൾ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഹോട്ടൽ തല്ലിപ്പൊളിച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂരിലാണ് ഈ സംഭവം. രണ്ടാമത് സംഘം ചേർന്നെത്തിയാണ് ഇവർ ഹോട്ടലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. തൃക്കരിപ്പൂർ ടൗണിലെ പൊഗോ റെസ്റ്റോറന്റിന് നേരെയാണ് ആക്രമണം നടന്നത്. ഭക്ഷണം കിട്ടാൻ വൈകിയെന്നാരോപിച്ചാണ് ആദ്യം 4 സംഘം അതിക്രമം നടത്തിയത്. ഇവർ ഹോട്ടൽ ജീവനക്കാരനെ മർദ്ദിക്കുകയും സാധനങ്ങൾ തല്ലിത്തകർക്കുകയും ചെയ്തു. മദ്യലഹരിയിലായിരുന്നു അതിക്രമം. ഫസ്റ്റ് 4 ആൾ വന്ന് ഫ്രൈഡ് ചിക്കനും മന്തി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് 15 മിനിറ്റ് ടൈമെന്ന് വെയിറ്റർമാർ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപാട് ഇവർ മുകളിൽ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്ലേറ്റ് ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊളിച്ച് ഫാമിലി ഉണ്ടായത് അവരെല്ലാം ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് 4 ആളെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയിട്ട് അതിൻ്റെ ഉറപ്പുണ്ട്. രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപാട് 10-25 ആൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് ഡോറ് ചവിട്ടി പൊളിച്ച് പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിശ്വസ്തയോടുകൂടി ഒരു പരാതി കൊടുത്തിട്ട് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആളുകൾ എങ്ങനെയാണ് അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയതെന്ന് ഞങ്ങൾക്കിന്നും മനസ്സിലാകുന്നില്ല. ഈ അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങിയ ആളുകളല്ലേ ഇവിടെ വന്ന് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ഹോട്ടൽ പോലും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായത്? അപ്പം ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പറഞ്ഞിട്ട് പോലും സുരക്ഷിതത്വം ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇനി ആരോടാണ് ഈ പരാതികൾ രേഖപ്പെടുത്തേണ്ടത്? ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ അക്രമികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് പോലീസ് വിട്ടയച്ച ശേഷമാണ് 12:45 കൂടുതൽ ആളുകളുമായി എത്തി ഇവർ ഹോട്ടലിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയത്. അക്രമത്തിൽ ഹോട്ടൽ ജീവനക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. ഹോട്ടലിലെ ശുചിമുറിയുടെ വാതിലുകളും ബൈക്കും തകർത്ത നിലയിലാണ്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. ന്യൂസ് 18 തൃക്കരിപ്പൂർ.